അതിലെ പാട്ടുകൾ തന്നെയാണ്. ഏറ്റവും ആദ്യം ആ പാട്ടുകളെക്കുറിച്ചുള്ള ചർച്ചകളും ഉണ്ടാവാറുണ്ട് സിനിമയ്ക്ക് മുമ്പ്. ഇക്കുറി പാട്ടുകളില്ല എന്ന ചർച്ചയാണ് ഉണ്ടായത്. ഈ സിനിമയ്ക്ക് ഇതൊരു ശരിക്കൊരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമയാണ്. ഇതിൽ നമ്മൾ രണ്ടാമത് നോക്കിയപ്പോൾ ഒരു പാട്ട് ആ സിനിമയിലേക്ക് വരാനുള്ളൊരു സാഹചര്യം കാണുന്നില്ല. പലപ്പോഴും സിനിമകളിൽ പാട്ട് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു വളരെ തമാശ സിനിമ അല്ലെങ്കിൽ ഒരു മേക്ക് ബിലീഫിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോറി നമ്മൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന സിനിമയിൽ ഒരുപാട് പാട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ആകാം. ഇത് കുറച്ചൊരു റിയാലിറ്റി അല്ലെങ്കിൽ സത്യസന്ധത തോന്നിപ്പിക്കേണ്ട ഒരു സിനിമയാണ്, ഒരു സറ്റയർ സിനിമയാണ്. അതിൽ ഈ സിനിമയിൽ അങ്ങനെ ഒരു പാട്ടിനൊരു അവസരം ഉണ്ടായില്ല. ഞങ്ങൾ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്തതാണ്. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പാട്ട് വന്നു കഴിഞ്ഞാൽ ആ സിനിമയുടെ ഒരു താളമുണ്ട്, ഒരു റിതമുണ്ട്. അതിനത് ഒരു പക്ഷേ അത് ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പാട്ട് വേണ്ടാന്ന് തീരുമാനിച്ചതാണ്. തീർച്ചയായും ഈ സിനിമയുടെ അത് തന്നെ പാട്ടില്ലാത്തൊരു സിനിമ എന്നുള്ള രീതിയിൽ തന്നെ അതൊരു പ്രത്യേക ശ്രദ്ധ ചിലപ്പോൾ പിടിച്ചു. തീർച്ചയായും. പക്ഷേ ആ ലൊക്കേഷനെ കുറിച്ചൊക്കെയുള്ള ആദ്യ വാർത്തകളിൽ തന്നെ നല്ല പാട്ടുകളൊക്കെ ഉണ്ടാകുന്നുള്ള ഒരു പ്രതീക്ഷ സാധാരണ ഉണ്ടായി. അതിനൊപ്പം തന്നെയാണ് ഈ ലൊക്കേഷൻ ഈ ഒരു ഫാം ഒക്കെ 6 മാസം മുമ്പ് അത്തരത്തിൽ നിർമ്മിച്ചെടുത്ത് ഷൂട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനുവേണ്ടി അത്തരം തയ്യാറെടുപ്പുകൾ സ്വയം താങ്കൾ നടത്തി? തീർച്ചയായിട്ടും നമ്മുടെ ഒരു പ്രൊഡക്ഷൻ്റെ കാര്യം തന്നെയാണ്. അതൊരു 3-4 മാസം മുമ്പ് ആ സ്ഥലം കണ്ടെത്തുകയും അവിടെ ഒരുപാട് കൃഷിയുടെ കാര്യങ്ങൾ വളർത്തുകയും ഒക്കെ ചെയ്തു. കാര്യം ഇത് 3-4 സ്ഥലങ്ങളിലായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ എഴുതി വെക്കുന്ന പോലത്തെ ഒരു ലൊക്കേഷൻ ഒരിക്കലും കിട്ടില്ല. മുൻവശത്തോട്ടൊരു പുഴ ഒഴുകുന്നു, മനോഹരമായ നെൽപ്പാടം, ഇവിടെ പശുക്കൾ നിന്നും പറഞ്ഞ് എഴുതി വെക്കുന്ന പോലെ കിട്ടില്ല. അപ്പോൾ എഴുതി വെക്കുന്ന പോലെ കിട്ടാണ്ട് നമ്മൾ ഈ സിനിമയെ 3 സ്ഥലങ്ങളിലായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷൂട്ടിംഗ് ആകുമ്പോഴത്തേക്ക് വളരാൻ പാകത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ വളർത്തുകയൊക്കെ ചെയ്തിരുന്നു. തീർച്ചയായും. ഈ പല ടീമുകളെ കുറിച്ച് പറഞ്ഞു. നേരത്തെ മോഹൻലാൽ, തിലകൻ, ഇപ്പോൾ മോഹൻലാൽ ശങ്കർ, അതിനപ്പുറം മോഹൻലാൽ, റോഷൻ ആൻഡ്രൂസ്, ശ്രീനിവാസൻ, അങ്ങനെ ഒരു ടീം കൂടി. അതിൻ്റെ ഒരു പ്രത്യേകത, ആ ഒരു ആലോചനയും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഓർത്തെടുക്കാനാവുക? അല്ല, തീർച്ചയായിട്ടും ഈ സിനിമയിൽ ഒരു അമിക്കേസ് ക്യൂറി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വന്നപ്പോൾ തന്നെ ശ്രീനിവാസൻ എന്ന് പറയുന്ന ആളാണ് നമ്മുടെ മനസ്സിൽ കണ്ടത്. അദ്ദേഹത്തിനെ പോയി കാണുകയും അദ്ദേഹം സ്ക്രിപ്റ്റ് വായിച്ചിട്ട് വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു സ്ക്രിപ്റ്റായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. കാര്യം ശ്രീനിവാസനൊക്കെ പണ്ട് എഴുതിയ ജനിസിൽപ്പെട്ട ഒരു സിനിമ പോലെ തന്നെയാണ്. ഒരു വെള്ളാനകളുടെ നാട് അല്ലെങ്കിൽ വരവേൽപ്പ്, മിഥുനം ഒക്കെ പറയുന്ന എപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ കഥയാണ്. അപ്പം തീർച്ചയായിട്ടും വീണ്ടും ശ്രീനിവാസനുമായിട്ടും അഭിനയിക്കുന്ന സമയത്തുമൊക്കെ ഒരു പ്രത്യേക ഒരു കെമിസ്ട്രി ഞങ്ങൾക്കും ഫീൽ ചെയ്യാറുണ്ട്, ഇത് കാണുന്ന പ്രേക്ഷകർക്കും ഫീൽ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു സക്സസ് ആ സിനിമയ്ക്കുണ്ട്. തീർച്ചയായും. ഒരു ഡൗൺ ടു എർത്ത് ക്യാരക്ടർ, അങ്ങനെ മോഹൻലാലിൻ്റെ വല്ലാതെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന ഒരു ക്യാരക്ടർ. എന്താണ് മോഹൻലാൽ എന്നത്? ഇപ്പോഴും വലിയ നാട്ടിൻപുറത്തൊക്കെയുള്ള ഒട്ടേറെ കുടുംബാംഗങ്ങൾക്ക് ഒരു കുടുംബത്തിലെ അംഗമെന്നോ അയൽക്കാരനെന്നോ ഉള്ള ആ മനസ്സിപ്പോഴും വിട്ടിട്ടില്ല. സൂപ്പർ താരം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ തന്നെ ആ ഒരു മനസ്സുണ്ട്. അത്തരം ഒരു ക്യാരക്ടർ തിരിച്ചു കിട്ടിയെന്ന് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ ഒരുപാട് സറ്റയർ സിനിമകൾ ചെയ്യുമ്പോഴാണല്ലോ നമുക്കെപ്പോഴും ഇങ്ങനെയുള്ള ഒരു സറ്റയർ സിനിമ ഒരു ഹ്യൂമർ ബേസ്ഡ് ആയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ സിനിമയായിട്ട് മാറും. അപ്പോൾ ഒരു ഹ്യൂമറിലൂടെ, നർമ്മത്തിലൂടെ ഒരു കഥ പറയുമ്പോഴാണ് എൻ്റെ വീട്ടിനടുത്ത് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ചേട്ടനെ പറ്റിയ കഥ, അല്ലെങ്കിൽ എൻ്റെ അമ്മാവൻ്റെ മകനും, അങ്ങനെ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം സിനിമകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ നിലനിൽക്കുന്നത്. അതുപോലെ സിനിമ വീണ്ടും ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. ഇത്തരത്തിലുള്ള സ്ക്രിപ്റ്റുകൾ വളരെ അപൂർവമേ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് വളരെ കാലിക പ്രസക്തമായിട്ടുള്ള വിഷയമാണ്. അതിനെ അത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു, അതിനെ ഒരു ഹ്യൂമറിലൂടെ കൈകാര്യം ചെയ്തിട്ട് അതിനെ ആളുകളിലേക്ക് അറിഞ്ഞോ അറിയാതെ എത്തിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ സിനിമയുടെ വിജയം. തീർച്ചയായും. ഈ കഴിഞ്ഞ കുറേ കാലമായി നടക്കുന്ന ഒരു ചർച്ച, തമിഴിൽ ഒട്ടേറെ പരീക്ഷണങ്ങൾ നടക്കുന്നു, പഴയ മലയാളം ചിത്രങ്ങളുടെ നിലവാരത്തിലേക്ക് തമിഴ് ചിത്രങ്ങൾ ഒട്ടേറെ സിനിമകൾ നിർമ്മിക്കുന്നു, ആ തരത്തിലൊക്കെ ആയിരുന്നു. മലയാളത്തെക്കുറിച്ച് കേട്ടത് മലയാളം ഒരു തമിഴിൻ്റെ നിലവാരത്തിലേക്ക് പോകുന്നു പലപ്പോഴും എന്നാണ്. പക്ഷേ തമിഴിൻ്റെ ആ പരീക്ഷണ ചിത്രങ്ങളൊക്കെ ആ ഗ്രാമീണ പശ്ചാത്തലത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടുള്ള സിനിമകളായിരുന്നു. ഇതും വേണമെങ്കിൽ അത്തരത്തിലൊരു പരീക്ഷണം എന്നുകൂടി പറയാം. തമിഴ് എന്ന് പറയുന്ന ഒരുപാട് ഗ്രാമങ്ങൾ, അവർക്ക് ഒരുപാട് കൾച്ചറും കേരളത്തിനേക്കാളും ഒരുപാട് പിന്നെ കൾച്ചറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഞാൻ അതാണ് പറഞ്ഞത്, മലയാള സിനിമയ്ക്ക് ഒരുപാട് പുതിയ പിന്നെ സംവിധായകരും പ്രമേയങ്ങളും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അതാണ് പറഞ്ഞ ഒരു റെവല്യൂഷൻ എപ്പോഴും അങ്ങനെയാണ്, ഒരു സർക്കിളാണ്. ഒരുപാട് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പത്മരാജൻ, ഭരതൻ, അരവിന്ദേട്ടൻ അങ്ങനെയൊക്കെ ഉള്ളൊരു സമയത്ത് ഒരുപാട് പ്രത്യേക സിനിമകളുണ്ടായി. തീർച്ചയായിട്ടും പുതിയ ഒരുപാട് സംവിധായകർ വന്നിട്ടുണ്ട്. ബബ്ലസി, അല്ലെങ്കിൽ റോഷൻ ആൻഡ്രൂസ്, ലാൽ ജോസ്, ഇനിയും വരാൻ പോകുന്ന ഒരുപാട് പേര്. അവരൊക്കെ ഇത്തരം സിനിമകൾ ഞാൻ അഭിനയിക്കണം എന്നല്ല പറയുന്നത്, പുതിയ പുതിയ ആൾക്കാരെ വെച്ചിട്ട് പുതിയ പുതിയ സിനിമകൾ ഉണ്ടാകണം.
ഇങ്ങനൊരു ചർച്ച വന്നപ്പോഴാണ് ഇത്തരം പുതിയ സിനിമകൾ ഉണ്ടാകുമ്പോഴത്തേക്ക് വലിയ മറ്റ് സിനിമകൾ വരുമ്പോഴത്തേക്ക് ഇവന്മാർ ചത്തുപോകുന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണത്. തീർച്ചയായും എന്തായാലും നല്ല കാലം വരുന്നു, മലയാള സിനിമയ്ക്ക് എന്തായാലും മുന്നിൽ നല്ല കാലമാണ് എന്ന ആ പ്രതീക്ഷ പങ്കുവയ്ക്കുമ്പോൾ ഒരുപക്ഷെ 2009 അവസാനിക്കുന്നു. ആ 2009 ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെയാണോ അങ്ങനെ ഒരു പരാമർശം? അതല്ല, തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന സിനിമകൾ മുന്നിൽ കാണുമ്പോൾ തന്നെ ഒരുപാട് നല്ല സിനിമകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ നല്ല എന്തോ നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് പോവാണ്. ഒരുപാട് നല്ല സംവിധായകർ ഉണ്ടാകേണ്ട സമയമായിരിക്കുന്നു മലയാള സിനിമയ്ക്ക് എന്നൊരു തോന്നൽ. ഒരുപക്ഷെ അതിൻ്റെ ഒരു പ്രിമോണിഷനായിരിക്കാം, എനിക്ക് തോന്നുന്നതായിരിക്കാം, അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമായിരിക്കാം. എന്തായാലും ആ ഒരു നല്ല വിശ്വാസത്തോടുകൂടി തീർച്ചയായും എന്തായാലും ഒരു മാറ്റം ഉണ്ടാകുന്നു എന്നും അല്ലെങ്കിൽ പുതിയത് ഒത്തിരി ഇനി മലയാള സിനിമ കാണാനിരിക്കുന്നു എന്നും പറഞ്ഞതിൽ അതിൽ ഉറപ്പിക്കാവുന്ന കാര്യമാണ്. മേജർ രവി ചിത്രത്തിൽ അമിതാഭ് ബച്ചനൊപ്പം അഭിനയിക്കാൻ. അതെ, തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമ്മൾ ക്ഷണിക്കാനാണ്. അതിനുശേഷമാണ് അദ്ദേഹം മലയാള സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറാണെന്നൊക്കെ ഒരു പ്രസ്താവന പറഞ്ഞത്. പക്ഷേ തീർച്ചയായിട്ടും അതിലൊരു 1-2 ദിവസത്തെ ഒരു വർക്കിന് അദ്ദേഹത്തെ സമീപിക്കുകയും എൻ്റെ വിശ്വാസം അദ്ദേഹം അതിന് സമ്മതിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ആ ചിത്രത്തിന്റെ ഒരു സ്വഭാവം എന്താണ്? നമ്മളൊരു പ്ലെയിൻ ഒരു ഹൈജാക്കിനെ ബേസ് ചെയ്താണ് ആ കഥ ഉണ്ടാക്കുന്നത്. ഒരു ആർമി ഫിലിമാണത്. തീർച്ചയായും അതും ഈ പറഞ്ഞു വരുമ്പോൾ നേരത്തെ വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ച ചെലവ് കൂടുന്ന സാഹചര്യത്തിലേക്ക് തീർച്ചയായിട്ടും അതും അത്തരം സിനിമകൾ എടുക്കണമെങ്കിൽ വലിയ ചെലവ് തന്നെ വരുന്ന സിനിമയാണ്. കാര്യം അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാകുമ്പോഴേ നമുക്കൊരു സാധാരണ പ്രേക്ഷകർ കാണുന്ന സിനിമകൾ തന്നെ അല്ലാതെ ഒരു മാറ്റം ഉണ്ടാകുമ്പോഴാണ് അതിനൊരു ഭംഗി ഉണ്ടാകുന്നത്. അപ്പോൾ ബാക്കി സിനിമകളുമായിട്ട് കമ്പീറ്റ് ചെയ്യണമെങ്കിൽ അത്തരം സിനിമകൾ നമ്മൾ എടുത്തേ പറ്റുള്ളൂ. അതൊരു തമിഴും മലയാളവും തെലുങ്കും ഒക്കെ ചേർന്നൊരു സിനിമയായിട്ടാണ് ചെയ്യാനാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ചിന്ത. ആ സിനിമയിൽ തീർച്ചയായിട്ടും അമിതാഭ് ബച്ചനെ നമ്മൾ വിളിക്കും, അദ്ദേഹം അത് സ്വീകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും എന്തായാലും 2010 മുന്നിൽ ഒട്ടേറെ പ്രതീക്ഷകളുമായി മുന്നിൽ നിൽക്കുന്നു. 2010 പ്രേക്ഷകർക്കും ഒക്കെ നൽകാനുള്ള സന്ദേശങ്ങൾ എന്താണ്? അതോടൊപ്പം തന്നെ എങ്ങനെയാണ് 2010 സ്വന്തം കരിയറിൽ കാണുന്നത്? അല്ല, എപ്പോഴും എല്ലാം നല്ലതായി വരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നല്ല നല്ല സിനിമകൾ ഉണ്ടാകട്ടെ, ആൾക്കാർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. നമ്മളാണ് നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് തിങ്കിങ്ങിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാം. നല്ല നല്ല സിനിമകൾ ഉണ്ടാകട്ടെ, കേരളത്തിന് നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ന്യൂസിൽ പറയാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ കേരളത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും വളരെ നന്ദി ഈ ചെറിയ സമയം ഞങ്ങളോട് സഹകരിച്ചതിനൊപ്പം തന്നെ ഒരു നല്ല 2010 ആശംസിക്കുന്നു. ഏഷ്യാനെറ്റൊപ്പം പ്രേക്ഷകർക്കൊട്ടേറെ നല്ല സിനിമകൾ സമ്മാനിക്കാൻ അവസരമുണ്ടാകട്ടെ. ഇപ്പോൾ തിയേറ്ററുകളിലുള്ള ഇവിടം സ്വർഗമാണ് മറ്റ് അന്യഭാഷാ ചിത്രങ്ങളെ എല്ലാം കവച്ചു വെച്ച് മുന്നേറട്ടെ എന്നും ആശംസിക്കുന്നു. വളരെ നന്ദി ഒരിക്കൽ കൂടി.